ഉമ്മച്ചൊക്കെ ചെറുപ്പായി ഇപ്പൊ 5 പെൺമക്കളുള്ളപ്പോ അതിലത്തെ 6ാമത്തെ ഒരാളായി. നമ്മളെ ജീവിതം എന്നൊക്കെയാണ് പുറമെ പറക്കേണ്ട ജീവിതങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഫെമിനിസ്റ്റ് പെണ്ണുങ്ങൾ, ഫെമിനിസ്റ്റ് ഫാത്തിമ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കാറല്ലേ ഉള്ളൂ, കാറിൽ പോകില്ല. അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ കൂടി ഉണ്ട് കേട്ടോ. അവിടെ വേറെ കവറൊന്നുമില്ല, ആകെ കവർ തന്നെ ഉള്ളൂ. അതിന്റെ ഒന്നും ഇപ്പൊ ഇറങ്ങണില്ല അത്രേ. ഇത് ഞങ്ങള് സാധാരണ സെവനപ്പാണ്, ഇത് നജീത്താന്റെ സ്പെഷ്യൽ സെവനപ്പാണ്. നാരങ്ങ ഇങ്ങനെ, ഉപ്പ് ഇങ്ങനെ, നാരങ്ങി കൊടുത്താല് നോക്കും. നമ്മള് കുടിച്ച കട്ടൻ ചായ കുടിക്കല്, കട്ടൻ ചായ ഇത് എനക്ക് ഉണ്ടാക്കി പ്ലം കേക്ക് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കഴിച്ചു. അപ്പൊ എനിക്ക് ബൂസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നെ ജാസ്തി കട്ടിക്ക് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള ബൂസ്റ്റ് ഒരു കപ്പിലുണ്ട്. വേഗം ഇത് ഈ ഒരു ചുരിദാറല്ല അപ്പഴേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും ഞങ്ങൾ കത്തിയടിച്ച് അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് പെണ്ണുങ്ങൾക്കൊക്കെ ഒരാഗ്രഹം ഇന്ന് ജോലി എടുക്കാൻ പറ്റില്ല. അത് ന്യൂ ഇയറിനാണ് കേട്ടോ. ന്യൂ ഇയറിന് ഞങ്ങൾ ഇങ്ങനെ കിച്ചണിൽ ഒതുങ്ങി തീരേണ്ടതാണോ നമ്മുടെ ജീവിതം എന്നൊക്കെയാണ്. പുറമെ പറക്കേണ്ട ജീവിതങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഫെമിനിസ്റ്റ് പെണ്ണുങ്ങൾ, ഫെമിനിസ്റ്റ് ഫാത്തിമ ഞങ്ങൾ എന്തായാലും ഇന്നിപ്പോ ഫുഡ് പുറത്തുനിന്ന് ആക്കാന്ന് വിചാരിച്ചു. അത് ഞങ്ങൾ ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഓർഡർ ചെയ്താലും വേണം നമ്മൾ തന്നെ പാത്രം കഴുകുക, പിന്നെ ആകെ ക്ലീൻ ആവുക. നമ്മൾ തന്നെ അല്ല, വേറെ ഇവിടെ ഞാനല്ല ഒക്കെ ചുമണ്ട് കേട്ടോ. കാരണം പാത്രം കളയാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്തൊക്കെയായാലും നമ്മളിന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. പെരുന്തമണ്ണയിലാണല്ലോ, അപ്പൊ നമുക്ക് എപ്പോഴും പെരുന്തമണ്ണയിലാണെങ്കിൽ നമ്മൾ മസാലയാണ് നമ്മുടെ ഓപ്ഷൻ. ഗിഫ്റ്റ് ചെയ്തതല്ലേ, നിങ്ങളെ മെച്ച് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ ഇട്ടിങ്ങനെ. ഈ ഒരു ചുരിദാർ ഞാൻ പിന്നെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ചുരിദാറാണ്, നല്ലൊരു പ്യൂർ കോട്ടന്റെ ചുരിദാറാണ്, നല്ല ഫുൾ വലിയ ഷാളൊക്കെ ഉള്ള. അപ്പൊ ഞാനിത് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ മസാലയ്ക്ക് പോകാനൊന്ന് റെഡി ആവട്ടെ. ഞങ്ങൾക്ക് ആകെ ഒരു വണ്ടിയുള്ളൂ, വാപ്പാന്റെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. ബാക്കി 2 ഓട്ടോറിക്ഷ. ഓക്കെ, 2 ഓട്ടോ സെറ്റപ്പ് ആണ്. അപ്പൊ ഒന്ന് വേറെ റെഡി ആയിട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് ജസ്റ്റ് അടുത്തേക്കല്ലേ പോകണം. അപ്പൊ അങ്ങനെ റെഡി ആയിട്ടുള്ളൂ. ഡാസിറ്റൊക്കെ ഇന്നലെ ആരും ഗിഫ്റ്റ് തന്നെ? സുലാമ ഇന്നലെ കിട്ടിയില്ല. സുലാമ ഗിഫ്റ്റ് കൊടുത്താണ്ട് ടീഷർട്ട്. ഓട്ടോറിക്ഷ കിട്ടാത്തോണ്ട് വിഷന്നിട്ട് പോയിട്ടോ. പടൽക്കലായോ ഉമ്മച്ചൊക്കെ ചെറുപ്പായി ഇപ്പൊ 5 പെൺമക്കളുള്ളപ്പോ അതിലത്തെ 6ാമത്തെ ഒരാളായി. അമ്മച്ചി തടി കുറഞ്ഞ പോലെ ചുരിദാർ ഇട്ടപ്പോലെ അൻഷിഫ് മണിക്കലിന്റെ അമ്മ ചുരിദാർ ഇട്ട് വീണല്ലേ ഇപ്പൊ അടുത്തല്ലേ. നല്ല രസമുണ്ട്. ഇത് സുലത്ത് ഞങ്ങളോട് ന്യൂ ഇയറിന്റെ പുതിയ എന്തൊക്കെയാ ന്യൂ ഇയർ പ്ലാൻസ് എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സുലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലപ്പോൾ ഉമ്മച്ചിൻ്റെ അനുഭവങ്ങളൊക്കെ പറയായിരുന്നു. അതായത് ഞങ്ങൾ 5 പെൺമക്കൾ ആയപ്പോഴുണ്ടായിരുന്ന അന്നത്തെ ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് അതുകൊണ്ട് വിചാരിക്കണേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉമ്മച്ചി ശൈത്യം കൂടി പറയുന്നത് സുലുത്താൻ്റെ ചാനലിൽ ഉണ്ടാവും കേട്ടോ വീഡിയോ. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കാറല്ലേ ഉള്ളൂ, കാറിൽ പോകില്ല. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ കൂടി ഉണ്ട് കേട്ടോ. വാ, യാമിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. ഒരു ഓട്ടോയും വന്നിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, ഒരു ഓട്ടോ വിളിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്തിനു പറ്റും? അസുവിടെ ബാക്കി വന്നിട്ട് വരും. നീ കാറി കയറ്. കണ്ട ചെക്കന്മാര് ഓട്ടോ വിളിച്ചു വന്ന് കണ്ട. വാ 2 ഓട്ടോ വന്ന്. കനം കുറവാണ്. പിള്ളേരാണ് കുറച്ച് പേര് ഓട്ടോയിലാണ്. 2 ഓട്ടോ ഒരു കാറുമായിട്ടാണ്. എടി നമുക്ക് ചട്ടിച്ചോറിന്റെ കഴിക്കുന്നുണ്ടോ? ആ ചട്ടിച്ചോറ് കിട്ടുമോ?
ചട്ടി കഴിച്ചിട്ടാവട്ടോ മക്കളിൽ കഴിക്കാൻ പോന്നെ ബ്രോസ്റ്റാ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇന്നൂസിനെ കണ്ടപ്പോൾ വീണ്ടും ഓർത്തത്. ലൈക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും സുൽത്താൻ്റെ ചാനലിലും ഇന്നൂസിൻ്റെ ചാനലിലൊക്കെ. ഇന്നൂസിന് ജോലി കിട്ടി അവൾ കൊച്ചിയിൽ പോയത്. അതൊരു സങ്കടത്തോടെ പറയേണ്ട കാര്യമല്ല ശരിക്ക്. പക്ഷേ അറിയാലോ, ഇന്നൂസ് നമ്മളുടെ ഫാമിലിയിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം ഞങ്ങൾ ഗ്യാദർ ചെയ്യുമ്പോഴൊക്കെ ഉള്ളതിലത്തെ ഏറ്റവും ഫേവറേറ്റ് ഒരാളാണ് അവൾ. ഏത് കൂട്ടത്തിലാണെങ്കിലും അവളുണ്ടെങ്കിൽ അവിടെ ഭയങ്കര രസമായിരിക്കും. അപ്പം അവളെ മിസ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് ഈ വീട്ടിലത്തെ എല്ലാവർക്കും, ഞങ്ങൾ ഈ ഫാമിലിത്തെ എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഷെഫ് കുട്ടിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉണ്ണിക്കുട്ടനാണല്ലോ അവൻ്റെ ജോലിയായിട്ട് പോകുന്നതുകൊണ്ട് അവനെയും കിട്ടാറില്ല. അതുപോലെ ഇന്നുമോളും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഗ്യാതറിങ്ങിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുമ്പോഴേ ഭയങ്കര സങ്കടമാണ്. പക്ഷെ അതൊരു ഒരു പാർട്ട്. പക്ഷേ എന്തായാലും ഞങ്ങൾക്കൊരു പാരൻസ് എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇന്നൂസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പോലത്തെ ഒരു ലൈഫും അല്ലായിരുന്നല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അവളുടെ ഒരു ഇത് കൈവിടാതെ അവൾ ആ ഒരു പഠിത്തം കൊണ്ടുപോയി അത് എക്സാംസൊക്കെ കംപ്ലീറ്റ് ആക്കി ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചു. ഇതൊക്കെ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്കും ഭയങ്കര എന്താ പറയുക സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യം തന്നെ നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും. അതിന് തീർച്ചയായിട്ടും സുലുത്താക്കാട്ടോ ഫുൾ ക്രെഡിറ്റും. അവൾ പഠിപ്പിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ആക്കി കൊടുത്തതിനുള്ള. എനിക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കൽ പോലും മുഖം കറുപ്പിച്ചൊന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഒരു മുഷിപ്പ് തോന്നിയിട്ടില്ല. അത്ര നല്ലൊരു ക്യാരക്ടറാണ് ഇന്നൂസിൻ്റെ. അപ്പം എന്തായാലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്യാണ്. അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് വെച്ചത്. ഇൻഷാ അല്ലാ എല്ലാം വിചാരിച്ച പോലെ ആവട്ടെ. ബോയ്സ് എന്തോ കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യാണ്. ഇനി ഒന്നുമില്ല കേട്ടാ, കഴിഞ്ഞ് എണീറ്റോ. അങ്ങനെ എല്ലാവരും ഫുഡും കഴിച്ച് യാണിക്കുട്ടി ചാടി 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 പോയിക്കൊണ്ടിരിക്കുക. നല്ല എന്തോ കറക്റ്റ് കഴിച്ചു. അയ്യോ അയ്യോ അല്ല വീട് ഉരുകുണ്ടായി. ഇത് കഴിച്ചിട്ട് പോവാ. എവിടെയുള്ള സ്ഥലം? അല്ല ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടോ അതിന്? അത് ശരി, ഞാൻ ഇവിടെ പാർക്കുണ്ടോ? എന്ത് ഇവന്റെ മാത്രം കഴിയാത്ത? നിങ്ങളൊക്കെ കഴിഞ്ഞോ? നിന്റെ കഴിഞ്ഞോ? ഞങ്ങളൊക്കെ കപ്പം കപ്പം നിന്നു. സുലുവിന്റെ ഇത് ഒരല്പം പയ്യ അധികമായി പോയി. നമുക്ക് ഓട്ടോ വിളിക്കണം. ഹെൽപ്പ് അവിടെ വേറെ കവറൊന്നുമില്ല, ആകെ കവർ തന്നെ ഉള്ളൂ. അതിന്റെ ഒന്നും ഇപ്പൊ ഇറങ്ങണില്ല അത്രേ. എന്താ അടുത്തോരടി? ഇനി ഇപ്പൊ അടുത്ത് സ്വിമ്മിംഗ് പൂളിൽ പോണം. നിനക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഒന്ന് ടയേർഡായിടാ. ഡ്രസ് ഇട്ട് നിങ്ങക്ക് അമ്മ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് മമ്മ. ടേസ്റ്റ് യമ്മി യമ്മി പറഞ്ഞ അവിടെ കൊണ്ടോട്ടിന്ന് കയറി. അപ്പൊ നമുക്കൊന്ന് കാര്യം കഴിഞ്ഞിട്ടാണ് അത് സിരിക്കുട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുത്താല് നോക്കും. അയ്യോ കള്ളൻ കള്ളൻ കുട്ടിയുടെ ക്ലിപ്പ് എടുത്ത് കള്ളൻ. എടാ കള്ളം കൂട്ടാ, എടാ നീ കുട്ടിയുടെ ക്ലിപ്പ് എടുത്തുള്ള കള്ളം കൂട്ടാ, കള്ളം കൂട്ടാ. ഇത് ഞങ്ങള് സാധാരണ സെവനപ്പ് അല്ല, ഇത് നജീത്താന്റെ സ്പെഷ്യൽ സെവനപ്പാണ്. നാരങ്ങ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ നാരങ്ങി ഉപ്പ് സെവനപ്പ്. അതെ, നല്ല സെവനപ്പന്നെ നല്ല റിഫ്രഷിംഗ് ആണ്. ആയിക്കൂടി ഡബിൾ റിഫ്രഷിംഗ് ആ.
അല്ലേ നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ കുടിക്കാൻ. വ്ലോഗൊന്നും എടുക്കാതെ ഇവിടെ ഭയങ്കര തിരക്കാറുണ്ട്. നമ്മൾ പ്രേക്ഷകര് പാവട്ടെ, നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ട് പിന്നെന്തുണ്ടായിരുന്നു അറിയണേ ഇല്ല. ഇവിടെ എല്ലാ ഒരു തിരക്കുകൾ നടന്നു. ഞങ്ങൾ വ്ലോഗൊന്നും എടുക്കാതെ ക്യാമറ ഒക്കെ എടുത്തിട്ട് നേരെ രാത്രി ആവല രാത്രിത്തെ വിശേഷങ്ങൾ സാധാരണ ഇവിടെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ ശൈത്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അന്ന് ക്യാമറ ഓൺ ആക്കിയോട്ടെ എന്ന് വിചാരിച്ചു. ഇത് യാമിക്കുട്ടിക്കുള്ള ഫുഡാ. യാമിക്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അതിന്റെ പഴത്തിൽ മുന്തിരിക കരുകിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നെജിത്ത നാരങ്ങ മഞ്ഞൾപ്പൊടിയോ മഞ്ഞൾപ്പൊടി വാരി കലക്കിയിട്ട് കുട്ടികളെ എല്ലാരും കൂടി ഞങ്ങള് സ്വിമ്മിംഗ് പൂളിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സൗകര്യം. കുറച്ച് സമാധാനമായി. അതെ, നല്ലൊരു സുഖം. 1000 രൂപ പോയാലും 1000 രൂപ പോയാലല്ല സുഖം എത്ര കിട്ടിയറിയാം. സ്കൂള് കൂട്ടിയിട്ട് നല്ലൊരു സുഖം. ഒരുപാട് തിരക്ക്. അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം അതെ ഇവിടെ പഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നു യാമിക്കുട്ടി. 2 കഷ്ണം പഴം. അതിന് മണം കേട്ടപ്പോഴാണ് എനിക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നിയത്. ആകെ ഉന്നക്കായന്റെ എന്തിനൊക്കെ മണം. ഇനിയിപ്പോൾ പഴം പൊരിക്കേണ്ടി വരുന്നു. വേറെ കഴിച്ചാലും ഞാൻ കഴിക്കും. യമ്മി യമ്മി. അതെട്ടോ, ഇന്ന് രാത്രി ഒരു 3 മണി വരെ ഇരിക്കണം എന്നുണ്ടെങ്കിലേ ഇപ്പൊ ഒന്ന് കണ്ണടച്ചേ പറ്റൂ. ഒരു 1/2 മണിക്കൂർ ഒരു പവർ നാപ്പ് എടുത്തിട്ട് ചമ്മന്തിക്കുള്ള ഉപ്പ് നോക്കാൻ വന്നിട്ടുണ്ട്. അടിപൊളിയാ. രാത്രി ഞങ്ങൾക്ക് കഞ്ഞി ചമ്മന്തിയാണ്. അടിപൊളി. ഒരു പൊട്ടിക്ക മുളക് പൊട്ടിക്ക ഉപ്പോ എനിക്കിങ്ങനെ മുളക് ഇഷ്ടപ്പെട്ടു. ഇത്തിരി വേണ്ട അച്ചാറിന്. അച്ചാറിന് ഉണ്ടാവില്ല. വീട്ടുകാർ ഇവിടെ ഇരിക്കാണ് കേട്ടോ. ബാക്കിയുള്ള കടുക്കള കയറി കഞ്ഞി ചമ്മന്തി ഒക്കെ റെഡിയാക്കാൻ നിങ്ങൾ എന്താ ചെയ്തോ? ഞാൻ ചിക്കണല്ലേ. ഇനി നാഗവല്ലി ആക്കാൻ അടുത്തോള് അല്ലെങ്കിൽ ഒരു നാഗവല്ലിയ. ഈ നാഗവല്ലിയൊക്കെ ഉള്ള പരിപാടിയാ. ഇന്നൊക്കെ പഴങ്കഞ്ഞി അഖിലണ്ടാറിന്റെ മോഡലിൽ പഴങ്കഞ്ഞി കൂടിയാണ്. ഓ ഇതാരാ? ഏതാ കഞ്ഞി കൂടി? ആ ചമ്മന്തി ഇവിടെ ഇരുന്നല്ലേ. ഞാൻ ചമ്മന്തി കഴിഞ്ഞ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഞാൻ എവിടേക്കാ പോണത്? പുറത്ത് 2 പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിവിടെ ഞാൻ കാര്യത്തില്ല. ഒരു പീസ് കഴിച്ചു. ഉപ്പ് കുറച്ച് തന്നല്ലേ? ഫ്രൂട്ട്സിന് വെട്ടാറേ. ഗുഡ് ബോയ്. ഇനി വാട്ടർമെലണും ഗ്രേപ്സ് കട്ട് ചെയ്ത് തരണ്ട കേട്ടോ. എന്താണ് ഇത് പരിപാടി? ഉപ്പും ഗ്രേപ്സോ? ഇതെന്ത് കോമ്പിനേഷനാ? ഉപ്പ് മുന്തിരി എത്ര ഗൈസ്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറയാം? സീന എന്താ? സീന എത്രടാ? കാശ്മീരോ എന്താ കളിക്കാരെ? കശ്മീരോ? ആന്റിയാ. എന്ത് മനസ്സിലായത്? ഇൻസിഡന്റ് എന്ത് വേണ്ടെന്താ? എന്നിട്ട് എത്ര വയസ്സുണ്ടോ? സെക്കൻഡോ? ഇപ്പൊ ഒന്നല്ലേ പറ്റിച്ചല്ലേ 5-6 എണ്ണം ഉണ്ടായിരുന്നു. ഇന്ന വർഷം സെറ്റ് ആയിട്ടില്ല. അതൊക്കെ വാട്ടർമെലണ? അത് കുലുക്കി വാട്ടർമെലണ? കുലുക്കി തക്കത്തി ഇത് കിട്ടിയോടത്തൊന്ന് കൊണ്ടുപോയി വെക്കുക. ഉദ്ദേശിച്ചത് മനസ്സിലല്ലേ? ഈമാനായപ്പോ നിങ്ങൾക്ക് പറ്റിയില്ല. അപ്പൊ ചെക്കന് വൈദ്യാല് ഈമാനായപ്പോ നിങ്ങൾക്ക് പറ്റിയില്ല. അതാണ് പ്രശ്നം. അയർലൻഡിന്റെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞോ? ഏതായിരുന്നു 2 പാട്ട് കീച്ചോ? മേക്കപ്പ് ചെയ്താലും നമുക്ക് മേക്കപ്പ് ചേർത്താം. അമ്മൂന് മേക്കപ്പ് നോക്കൂ. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ. പ്രവാസ ജീവിതം പ്രയാസമാണ് മോനെ.
നമ്മൾ പോവാണ് അല്ലേ. ഇസുക്ക് ആനുവൽ ഡേ ആയിട്ട് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ പോകണം. നേരെ അവനെ സ്കൂളിലാക്കി കൊടുക്കണം അല്ലേ ഡാൻസ് പിഷാഡീസ്. നമുക്ക് അവരൊക്കെ എടുക്കേ. ഇസുകൂട്ടനാണ് എൻ്റെ ചെരുപ്പൊക്കെ ഇട്ടുള്ളതാണ്. കയ്യിൽ ബാഗ് ആയതുകൊണ്ട് ഗുഡ് ബൈ. പിടി ആ അങ്ങനെ പിടിച്ചു. എത്ര ലിറ്ററാ? 5. അങ്ങനെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നിന്റെ ഹാപ്പി ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങള് കെട്ടും പണ്ടൊക്കെ എടുത്തിട്ട് വീണ്ടും പോവാണ്. നമുക്ക് അടുത്ത പരിപാടി എന്താണ്? ഞാനിതൊരു ഓഞ്ഞ ലിപ്സ്റ്റിക്. അതെ, മിക്കവാറും യാമിന്റെ ബർത്ത്ഡേ ആക്കാനല്ലേ. ബർത്ത്ഡേന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്, ചിലപ്പോ അതായിരിക്കും അല്ലേ. ഒന്നും പറയാൻ പറ്റില്ല. ഒരു മാസത്തിന്റെ അങ്ങേ അറ്റത്ത് ഓ, അടുത്ത മാസം അപ്പൊ എന്തെങ്കിലും കണ്ടുപിടിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൊടൈക്കനാൽ പോകും. ശരി, അടുത്ത മീറ്റ് കാണാം. ഓക്കെ യാമി അകന്തം വിട്ടിട്ടുണ്ടോ ഇതൊക്കെ വണ്ടിയിൽ? അത്